എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബികാനന്ദൻ, തൃശ്ശൂർ. ഇവിടെയൊക്കെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ മക്കളെ? അപ്പോൾ ഇന്നത്തെ വിഷയം പറയാം. അതിനോട് സംബന്ധിച്ച് മുന്നോടിയായിട്ടൊരു കാര്യം പറയുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ക്ഷേത്രം നന്നാക്കേണ്ട കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു, സഹായങ്ങൾ ചോദിച്ചു. അതിൽ കുറച്ച് പേര്, അതായത് ഈ ഒരു കയ്യിൽ എണ്ണാവുന്ന കുറച്ച് പേര് അവർക്ക് കഴിയുന്ന പ്രകാരം, മനസ്സിലാവുക, അവർക്ക് കഴിയുന്ന പ്രകാരം ചെറിയ സാമ്പത്തിക സഹായങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ അവരോട് ഭഗവതിയുടെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അപ്പോൾ ചിലവരുടെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, കുറച്ചങ്ങ് ദൂരെ പോയാൽ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ച് നന്നായി അമ്പലം പന്ത് കൂടിയാണ്. അതിന് ഭൂമി മേടിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല. ഇപ്പോൾ ഭൂമിയുടെ വിലയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഒരു അമ്പലം പണിയാൻ 3 ലക്ഷം എടുക്കാൻ കയ്യിലില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ സ്ഥലം വാങ്ങിച്ച അമ്പലം പണിയുന്നത്? അപ്പോൾ ചിലവരുടെ വിചാരം ഇത് തൃശ്ശൂർ ടൗണിലല്ലേ, ഈ വീട് വിറ്റാൽ ചെയ്യാമല്ലോ എന്നായിരിക്കാം. സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇതെൻ്റെ അമ്മയുടെ പേരിലുള്ള ഭൂമിയാണ്. ഞങ്ങൾ എത്ര മക്കളുണ്ടോ അവർക്കൊക്കെ ഇതിൽ എന്നെപ്പോലെ തന്നെ അവകാശമുണ്ട്. മാത്രമല്ല, അമ്മയ്ക്ക് ഇവിടെ കിടന്ന് മരിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അമ്മ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകുന്നത് വരെ എനിക്കിത് വിൽക്കാൻ പറ്റില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ദൈവയുടെ അനുഗ്രഹം കിട്ടിയ ആ കാലത്ത് ആനക്കൽ വെരിഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് എനിക്ക് ഭഗവതി വന്നത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ വരപ്രസാദം സിദ്ധിച്ചത്. പിന്നീട് അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അവിടെയുള്ളവരൊക്കെ എനിക്ക് എതിർപ്പായി തീർന്നു. ഞാൻ മന്ത്രവാദിയാണ്, കൂടോത്രക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ ആ കൊച്ചു പ്രായം, അന്ന് എനിക്കത് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിച്ചില്ല. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനുമാണ് അവരുടെ തറവാടായി ഇവിടേക്ക് എന്നെ കൊണ്ടുവന്നത്. അങ്ങനെ എൻ്റെ ഭഗവതിയുടെ ഫോട്ടോ എൻ്റെ മാറോട് അടുക്കി ഞാൻ അങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്ന് തുടങ്ങി. അന്ന് അവർ ഭഗവതിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഭഗവതിക്ക് ഇവിടെ ഇരിക്കാൻ ആഗ്രഹമുള്ള കാലത്തോളം ഇവിടെ ഇരിക്കാമെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കറക്കുന്ന 2 പശുക്കളുണ്ട്. ഈ പശുക്കൾ അവർ ലോടെടുത്തതാണ്. ഇത് അടയ്ക്കാൻ പറ്റാതെ, ലോൺ അടയ്ക്കാൻ പറ്റാതെ കുടിശ്ശികയായി. ഇത് ജപ്തിയിലെ വക്കത്തായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ 10 സെൻറ്റ് സ്ഥലമുള്ളത് വിറ്റിട്ട് ഈ സ്ഥലം നഷ്ടപ്പെടാതെ അവരുടെ ബാങ്ക് ബാലൻസ് തീർത്ത് ബാക്കി പൈസ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതായത് അവിടെ 10 സെൻറ്റ് സ്ഥലം വിറ്റിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് 30,000 രൂപയാണ്. ഇവിടെ 3 സെൻറ്റിന് 30,000 കൊടുക്കേണ്ട വന്നു. അങ്ങനെയാണ് ഈ സ്ഥലം എൻ്റെ അമ്മയുടെ പേർക്കാക്കുന്നത്. പിന്നീട് ഇവിടെ എൻ്റെ അഞ്ചിനായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഞാൻ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ മുദ്രയൊക്കെ ചെയ്ത് പെങ്ങന്മാരുടെ സ്വർണ്ണങ്ങളൊക്കെ ഒരു തന്ന് വിറ്റ് ഞാൻ 4 സെൻറ്റ് സ്ഥലം തൃശ്ശൂരടുത്ത് വാങ്ങിച്ചു. അവിടെ ഒരു വീട് ലോടെടുത്തിട്ട് വെച്ചു. 4 വർഷം കുഴപ്പമില്ലാതെ പോയി. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഒരിക്കലും ഞാൻ ചെന്നിരിക്കുന്ന നാട്ടിലില്ല, നാട്ടുകാർക്കില്ല, നമ്മുടെ കൂടെയുള്ളവർക്കാണ് പ്രശ്നം. അങ്ങനെ അത് വിറ്റ് അവിടെ നിന്ന് കേച്ചേരി ഒരു 21 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചു. വേലക്കുറവിൽ കിട്ടിയപ്പോൾ അവിടെ ഒരാലയം തുടങ്ങി. അവിടെയും ദൈവനെ കൊണ്ടുവച്ചു. അവിടെയും ശോഭിച്ചില്ല. അങ്ങനെ അവിടെ താമ്പൂല പ്രശ്നം വെച്ചു. അപ്പോൾ ഉടനെ രാവിലെ തൊട്ട് വൈകുന്നേരം 5 മണി വരെ താമ്പൂല തുടർന്നു.
അപ്പോഴൊക്കെ തെളിഞ്ഞത് ഭഗവതി ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. പൂജ സമയങ്ങളിലും സ്വാമിയുടെ പ്രാർത്ഥന സമയങ്ങളിൽ മാത്രമേ ഭഗവതിയുടെ സാന്നിധ്യം കൂടിയുള്ളൂ. അത് കഴിഞ്ഞ് ഭഗവതി തിരിച്ച് തറവാട്ടിൽ തന്നെയാണ് കുടികൊള്ളുന്നത് എന്നാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭഗവതിയുടെ വിഗ്രഹവുമായി അങ്ങോട്ട് പോയിക്കോളൂ, അവിടെ പോയി ആരാധിച്ചോളൂ എന്നാണ്. അതുകൊണ്ട് ഭഗവതി ഈ മണ്ണ് വിട്ട് പോകില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ക്ഷേത്രം പറഞ്ഞാലേ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പോൾ കാലക്രമേണ അമ്മയുടെ കാലശേഷം ഓരോരുത്തർക്കും കൊടുക്കാനുള്ള വകകൾ ഞാൻ തയ്യാറാക്കി അവർക്ക് കൊടുത്ത് ഇതെൻ്റെ പേർക്ക് ആക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ആഗ്രഹത്തിനൊപ്പം നിങ്ങൾ നിൽക്കുക. നിങ്ങൾക്ക് കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്യുക. എൻ്റെ നമ്പർ 93 88 58 80 32. ഇതിൽ ഗൂഗിൾ പേ ചെയ്യുക. എല്ലാവർക്കും ദൈവം അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണാൻ നിങ്ങൾ വന്നതെങ്കിൽ ആ ബെല്ല് ബട്ടന് ചുവന്ന ബട്ടന് ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോയിൽ കാണുക. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.